4 പേനകളുടെ വാങ്ങിയ വില 5 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം, നഷ്ടശതമാനം എത്രയാണ്? ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഓർത്ത് വെക്കുക. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് കോസ്റ്റ് പ്രൈസ് എന്ന, കോസ്റ്റ് പ്രൈസ് നമ്മൾ അത് ഷോർട്ട് ആക്കി CP എന്ന് എഴുതും. വിറ്റ വില എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് സെല്ലിംഗ് പ്രൈസ് എന്ന, അത് ഷോർട്ട് ആക്കി SP എന്ന് എഴുതും. ഇത് ഓർത്ത് വെച്ചേക്ക്. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് CP, വിറ്റ വില എന്ന് പറഞ്ഞാൽ SP. നമുക്കിത് ചെയ്യാം. ഇവിടെ നോക്കി, ഇവിടെ അവര് തന്നെ പറയുന്നുണ്ട് 4 പേനകളുടെ വാങ്ങിയ വില, 4 പേനകളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 4 CP, 4 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ്. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 4 CP, 4 എണ്ണത്തിന്റെ CP. ഇത് എന്തിനു തുല്യമാണ്? 5 എണ്ണത്തിന്റെ വിറ്റ വിലയ്ക്ക് 5 SPക്ക് തുല്യമാണെന്ന് അവര് തന്നെ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. 4 എണ്ണത്തിന്റെ CP എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിന്റെ വാങ്ങിയ വില, 5 എണ്ണത്തിന്റെ SP എന്ന് പറഞ്ഞാൽ 5 എണ്ണത്തിന്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. ഇനി ഇവിടെ നോക്കിയേ, ഈ CP ഞാൻ ഇവിടെ നിർത്തി, ഈ CP ഞാൻ ഇവിടെ നിർത്തിയിട്ട് സമത്തിനപ്പുറത്തുള്ള SP യെ ഇങ്ങോട്ട് കൊണ്ടുപോകും, സെല്ലിംഗ് പ്രൈസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. എടാ SP ഇങ്ങോട്ട് വരുമ്പോ ബൈ SP ആവും. ഈ SP ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ബൈ SP ആയി സമം. അതുപോലെ തന്നെ ഈ 5നെ ഞാൻ ഇവിടെ നിർത്തി, ഈ 4 ഇപ്പുറത്തോണ്ട് കൊണ്ടുവന്നപ്പം ബൈ 4. ഓക്കെ, ഒന്നുകൂടെ CP അവിടെ നിർത്തിക്കൊണ്ട് SP ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ CP ബൈ SP ആയി. 5നെ ഇവിടെ നിർത്തിക്കൊണ്ട് 4 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ 5 ബൈ 4 ആയി. ഇനി പറഞ്ഞേ, CP വാങ്ങിയ വില എന്നുള്ളത് 5 ആയിട്ടും വിറ്റ വില എന്നുള്ളത് 4 ആയിട്ട് വന്നു. CP എന്ന് പറഞ്ഞ 5, SP എന്ന് പറഞ്ഞ 4. ഇനി നിങ്ങൾ ആലോചിച്ച്, 5 രൂപയ്ക്ക് ഞാൻ വാങ്ങി, ഞാൻ 4 രൂപയ്ക്ക് വിറ്റു. 5 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 4 രൂപയ്ക്ക് വിറ്റാൽ എന്താണ്? 1 രൂപ നഷ്ടം. 5 രൂപയ്ക്ക് വാങ്ങി 4 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 1 രൂപ നഷ്ടം. നഷ്ടമാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? നഷ്ടശതമാനം. എന്താ നഷ്ടശതമാനത്തിന്റെ ഇക്വേഷൻ? നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഷ്ടം എത്രയാണോ ബൈ വാങ്ങിയ വില എത്രയാണോ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ എത്രയായിരുന്നു നഷ്ടം? 5 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 4 രൂപയ്ക്ക് വിറ്റാൽ 1 രൂപയാണ് നഷ്ടം. അപ്പൊ 1 ബൈ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 5 ഇൻറ്റു 100. അപ്പൊ നമ്മുടെ ആൻസർ 20% നഷ്ടം. 13 പേനകളുടെ വാങ്ങിയ വില 10 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം എത്ര? നമുക്ക് ചെയ്യാം. നോക്കാം. 13 പേനകളുടെ വാങ്ങിയ വില എന്തിനു തുല്യം? 10 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം. നേരത്തെ കണക്ക് തന്നെ CP ബൈ SP ഇസ് ഈക്വൽ ടു 10 ബൈ 13. വാങ്ങിയത് CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയത് 10, വിറ്റത് 13. 10 രൂപയ്ക്ക് വാങ്ങിച്ച് 13 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണ്. അപ്പൊ ലാഭമാണെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കണം. എന്താ ലാഭശതമാനത്തിന്റെ ഇക്വേഷൻ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എത്രയാണ് ഇവിടുത്തെ ലാഭം? 10 രൂപയുടെ സാധനം 13 രൂപയ്ക്ക് വിറ്റാൽ 3 രൂപ ലാഭം. ബൈ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 10 ഇൻറ്റു 100. 0 കട്ട് ചെയ്തു. 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 30%. 5 പേനകളുടെ വാങ്ങിയ വില 4 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം, ലാഭശതമാനം എത്ര?